ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി4ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു വാട്ടർ ഫീഡർ ഉണ്ടാക്കുക എന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു വാട്ടർ ഫീഡർ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നമ്മളുടെ വീട്ടിലുള്ള കോഴി, അതുപോലെ തന്നെ പക്ഷികൾ, ഇവയ്ക്കെല്ലാം വെള്ളം കൊടുക്കാൻ പറ്റിയ ഒരു വാട്ടർ ഫീഡറാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഇത് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യമായി തന്നെ ഇതുപോലത്തെ ഒരു പാത്രം വേണോ. ഇത്ര വലുപ്പത്തിലൊരു പാത്രം നമ്മൾ മുറിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത്ര വലുപ്പമുള്ളൊരു പാത്രം എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കെട്ടുകമ്പി ആവശ്യമുണ്ട്. പിന്നെ ഞാനൊരു ഫ്ലൈവുഡിൻ്റെ ഒരു ചെറിയൊരു പീസാണ് എടുത്തത്. പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് പീസായാലും വേണ്ടിയില്ല, മരക്കഷ്ണമായാലും മതി. പിന്നെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം. വേണ്ടത് ഒരു 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. 1 ലിറ്ററിൻ്റെ ആയാലും പ്രശ്നമില്ല. പിന്നെ നമുക്കൊരു നെട്ടും ബോൾട്ടും വേണം ചെറിയ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 2 ലിറ്ററിൻ്റെ കുപ്പി എടുക്കാം. ഇതിൻ്റെ മൂടി നമുക്ക് ഒന്ന് തുളയ്ക്കണം. ഏത് രൂപത്തിൽ തുളയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ കിടക്കാൻ പറ്റിയ രൂപത്തിലാണ് തുളയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് ഷോൾഡർ വയർ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അധികം വലിപ്പം ആയി പോയത് സ്ക്രൂ കിടക്കാൻ പറ്റിയ ഭാഗത്തിൽ തന്നെ ആക്കണം. ഇനി ഞാൻ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി തുറച്ചെടുക്കുകയാണ്. അപ്പോൾ തുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാത്രം എടുക്കണം. അപ്പോൾ ഈ പാത്രം ഞാൻ ഒരു ടിന്നാണ്, ടാങ്കിൻ്റെ ടിന്ന്. ഇത് ഞാനിങ്ങനെ ചെറുതാക്കി മുറിച്ചതാണ്. അപ്പോൾ ഈ അളവുള്ള പാത്രം എടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലും ഈ സ്ക്രൂ കടക്കാൻ പറ്റിയ രൂപത്തിൽ ടോളർ വെച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഷോൾഡർ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ചെറുതായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഇതിൻ്റെ അകത്ത് കൂടെ ഇറക്കി കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ കിട്ടിയാൽ അതായിരിക്കും നല്ലത്. ലീക്ക് അങ്ങനത്തെ സംഗതികളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മറുവശത്ത് നമ്മളുടെ ഈ മൂടി, നേരത്തെ തുളച്ച മൂടി, അത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കയറ്റാം. നമുക്ക് ഈ നെറ്റ് ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്കിത് ഫുള്ള് അടിയിൽ കൈ വെച്ചിട്ട് ഇത് ഫുള്ള് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇത് കഴിയാനായിട്ടുണ്ട്. ഇത് നല്ലോണം തന്നെ നമ്മൾ ടൈറ്റാക്കണം. അപ്പോൾ നല്ല രൂപത്തിൽ തന്നെ ഇത് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കുപ്പി നമുക്കിവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സംഗതി ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് 2-3 ദാരം ഇട്ടെടുക്കണം. ഞാൻ ഷോൾഡർ ഉപയോഗിച്ച് ഇതിൻ്റെ ഏറ്റവും അടിയിൽ 2 ദാരം വെച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ വെള്ളം പോകാൻ വേണ്ടിയാണ്. ഷോൾഡർ തന്നെ വേണമല്ല, പപ്പടക്കോയിലോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കി വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 3 ഹോൾസാണ് ഇട്ടത്. വേറൊന്നിനുമില്ല, വെള്ളം പോകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഹോൾസൊക്കെ ഇട്ടതിനുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഫ്ലഷ് സ്റ്റിക്ക് ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. കാരണം ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഫ്ലഷ് സ്റ്റിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കുപ്പീൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു വർക്കും കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ കെട്ടുകമ്പി കുടുക്കി വെക്കണം. അപ്പോൾ നമുക്കിനി ഈ കുപ്പീൻ്റെ മുകളിൽ ഈ കെട്ടുകമ്പി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ കെട്ടുകമ്പി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം. കാരണം ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പ്ലെയർ എടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റിൽ തന്നെ കിട്ടേണ്ടയോടാണ് പ്ലെയർ എടുത്തത്. അപ്പോൾ ഇത് നല്ലോണം ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി ഭാഗം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തോളാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് കൂടി കെട്ടുകമ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് വളച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ കെട്ടുകമ്പിയുടെ കൊടുക്കാം. അതിൻ്റെ അതേ ഓപ്പോസിറ്റ് തന്നെ ഇതിൻ്റെ മറ്റേ തല നമുക്ക് ഇതുപോലെ ഇവിടെ വളച്ച് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുപ്പി തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. അതിന് ശേഷം നമുക്കിവിടെ ഇതൊന്ന് ചൊറച്ച് കൊടുക്കാം. അപ്പോൾ പ്ലെയർ ഉപയോഗിക്കണമില്ല, കൈനോട് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാക്കത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഇനി നമുക്ക് ഈ പാത്രത്തിലാണ് പണി. അപ്പോൾ ഈ പാത്രം നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഫ്ലൈവുഡിൻ്റെ അകത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ ഏറ്റവും നല്ലത് ഗ്ലൂ ഗണ്ണാണ്. എൻ്റെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫ്ലസ് കിക്കാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഫ്ലസ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇത് സെൻട്രലായിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അപ്പോഴേക്ക് ഇത് ഒട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രൂപത്തിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഫുള്ളാക്കിയതിന് ശേഷം ഇതിങ്ങനെ വെച്ച് നമുക്ക് വെള്ളം അറിയാത്ത രൂപത്തിൽ ടൈറ്റാക്കി വെക്കാൻ വേണ്ടി. അതിന് ശേഷം നമുക്കിത് എവിടെ തൂക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇതുപോലെ തൂക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മളിവിടെ വെച്ചത് ഇവിടെ പക്ഷികൾക്ക് വന്ന് ഇവിടുന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പക്ഷികൾ ഇവിടെ കയറി വെള്ളം കുടിച്ചാൽ വെള്ളം മറിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അടിയിൽ ഇങ്ങനെ ഒരു പലക ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കുപ്പിയിൽ ഫുള്ള് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കണം. ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് വെക്കണം. അപ്പോൾ നമ്മളിത് കുപ്പീൻ്റെ മൂടി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ടൈറ്റാക്കി വെള്ളം ഇതിനെ കാണണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ വീട്ടിലത്തെ കോഴിക്കോടിൻ്റെ അകത്താണ് കെട്ടി തൂക്കിയത്. അപ്പോൾ കോഴിക്കോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോഴികൾ നല്ല രൂപത്തിൽ തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. അവർ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ബോട്ടിലുള്ള വെള്ളം പാത്രത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാ കുമിള വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രൂപത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം തന്നെ ഒന്ന് വീട്ടിൽ തന്നെ നിർമ്മിച്ച് നോക്കുക. കോഴിയുള്ളവർക്കും അതുപോലെ തന്നെ പക്ഷികൾക്കുമെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാട്ടർ ഫീഡറാണിത്. നിങ്ങളെല്ലാം തന്നെ ഇതൊന്ന് നിർമ്മിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.